ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം, നീ വേറെ അടുത്തത് പറയരുത്. ഞാൻ ആരടുത്ത് പറയാൻ? ഉമ്മയെ കൊണ്ട് സത്യം ഇട്ടാണ്. എന്റെ പെറ്റുമ്മ സത്യം. നമ്മളോട് കോളേജിൽ പഠിച്ച ലക്ഷ്മിയില്ലേ, അവക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഏത് ലക്ഷ്മി? നമ്മളെ ക്ലാസ്സിൽ ഒരു ലക്ഷ്മിയല്ലേ ഉള്ളൂ. എന്താ ഈ പറയുന്നേ? അടാ എനിക്ക് ഫൈനലി ഷീ ഗോട്ട് മീ ടു എ ഗേൾഫ്രണ്ട്. കമ്മിറ്റ് ആയി. എന്റെ പൊന്നുമുത്ത, ഞാനോള് റിലേഷനിലായിരുന്നടാ. വാട്ട്? യെസ്, ഞാനോളും തമ്മിൽ സീക്രട്ട് റിലേഷൻഷിപ്പിലായിരുന്നടാ. മറ്റേ ലക്ഷ്മിയുടെ ആരടുത്ത് മിണ്ടാതെ ഇങ്ങനെ പാവക്കുട്ടി കണക്ക് സൈഡിൽ ഇരിക്കുന്ന അവളാണ്ടറാ. മുതുകത്ത് 2 മറുകുള്ള ലക്ഷ്മി. എടാ ഞാൻ മറുകൊന്നും കണ്ടിട്ടില്ലടാ. നീ എന്റെ അടുത്ത് പറയാത്ത എന്താ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം? ഇന്ന് രാവിലെ അങ്ങോട്ട് ആയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അറിഞ്ഞ നീ ഇവിടുത്തെ ചാറ്റ് ചെയ്യുന്ന മുന്നേ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് നടന്നിട്ടുള്ള എന്റെ ജീവിതത്തിൽ? ആരെങ്കിലും ഒരുത്തിയെ നീ വെറുതെ വിട്ടുണ്ടോ ക്ലാസ്സിൽ? അത് വിട്. നീ വേറൊരു കാര്യം അറിഞ്ഞാ? ഇല്ല, പറ. നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാർവതി ടീച്ചറല്ലേ, ടീച്ചറിന്റെ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന് ന്യൂസ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഡ്രൈവർ മാമയില്ലേ, അങ്ങേരെ മോള് ഒളിച്ചോടി കേട്ടോ. അത് ഞാൻ അന്നേ നോട്ട് ചെയ്തതാണ്. അവള് പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു. അജ്മൽ ഒരു സമയത്ത് 3 പെൺകുട്ടിയെ നോക്കിയെന്ന് പറഞ്ഞു, അത് 3 പിടിച്ചടാ. അതവന്റെ അഹങ്കാരമുള്ള അങ്ങനെ തന്നെ വേണം അവന്. വേറൊരു ന്യൂസ് കിട്ടി കേട്ടോ. എന്റെ ഓഫീസിൽ റാം എന്ന് പറയുന്നവനും ദേവിക എന്ന് പറയുന്ന പെണ്ണും തമ്മിൽ ഇൻസ്റ്റാ ചാറ്റ് ലീക്കായി. അത് വേണോ വായിച്ചേരട്ടാ? ഇൻട്രസ്റ്റിംഗ് വാട്സ്ആപ്പ് ചെയ്. വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാടാ? എന്തേലും ഒരുപാട് നാളെ എന്തേലും അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. സത്യം, എന്റെ നാക്ക് കിടന്ന് കുഴയുന്ന എന്തേലും ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്. ഒരു പെണ്ണും ചെറുക്കനെ നിൽക്കുന്നു, അവരെ പറ്റി കുറ്റം പറഞ്ഞാലേ ഉമ്മ വയ്ക്കുന്നടാ. എന്താടാ നമ്മളില്ലേ ഒരുമാതിരി അവര് സ്നേഹിക്കട്ടാ. കേക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടാ. ഇങ്ങനെ നുണ പറയാതെ നീക്ക. നീ പെണ്ണേഴ്സായിട്ട് റിമാൻഡ് ആയിട്ട് നീ ഒളിച്ച് എന്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടല്ല. എന്നിട്ട് അവരുടെ താളം വിടുന്നു. അറിയിടാ, നമ്മളൊക്കെ ചുമ്മാ ഡയലോഗ് വിടൂ, ജീവിതത്തിൽ കാണിക്കൂല. സത്യം. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞ. നിങ്ങൾ പരിപാടി എടുക്കട്ടെ.